മല്ലൂസ് കഫേ. ഞാൻ ശ്രദ്ധ. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്കും പുതിയൊരു എപ്പിസോഡിലേക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഓണത്തിൻ്റെ 2 വിഭവങ്ങളാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് മോരുകറി. പല സ്ഥലങ്ങളിൽ പല രീതികളിലാണ് മോരുകറി റെഡിയാക്കാറുള്ളത്. തേങ്ങ അരച്ചിട്ട് മോരുകറി റെഡിയാക്കുന്ന ആളുകളുമുണ്ട്, തേങ്ങ അരയ്ക്കാത്ത രീതിയിലും മോരുകറി റെഡിയാക്കുന്നവരുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ മോരുകറി എന്ന് പറയുന്നത് ഞാൻ അതിൽ തേങ്ങ ചേർത്തിട്ടില്ല. പിന്നെന്ന് പറയുന്നത് സദ്യകളിലും മെയിൻ വിഭവമായ കൂട്ടുകറി. അപ്പം അത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനെനിക്ക് കുറച്ച് സമയം മുന്നോട്ട് എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതിൽ എന്താ പറയണേ, തേങ്ങയൊക്കെ വറുത്തിടണമായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കേണ്ടി വന്നു. അപ്പോൾ ഈ 2 വിഭവങ്ങൾ നമുക്ക് ഓണത്തിന് എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ചാനൽ ഇതുവരെ സപ്പോർട്ട് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ കൂട്ടുകറിയും മോരുകറിയും ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ റെഡിയാണെന്ന് വിശ്വസിക്കുന്നു. വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ആദ്യം റെഡിയാക്കാൻ പോകുന്നത് മോരുകറിയാണ്. അതിനുവേണ്ടി ഞാനിവിടെ കട്ട തൈര് എടുത്തു വെച്ചിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് മിക്സറിൻ്റെ ജാറിലൊന്ന് ഉടച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് സൈഡിലേക്ക് വെക്കാം. പിന്നീട് വേണ്ടുന്ന ഉലുവായാണ്. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞതുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് എരിവിന് വേണ്ടി ഞാനിവിടെ ഒരു 5 പച്ചമുളക് എടുത്തിട്ട് നൈസായിട്ട് അരിഞ്ഞതുണ്ട്. അതുപോലെ ചെറിയ ഉള്ളി നൈസായിട്ട് അരിഞ്ഞത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി വേണം, അതുപോലെ തന്നെ മുളക് പൊടി വേണം. പിന്നെ ഇതിലേക്ക് കടുക് താളിക്കാൻ വേണ്ടി കുറച്ച് ജീരകം വേണം, ഒരു 1/2 ടീസ്പൂൺ അളവ് ജീരകം, അതുപോലെ കടുക്. പിന്നെ ഇതിലേക്ക് വേണ്ടുന്നത് ഉണക്കമുളകാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കറിവേപ്പില വേണം, എണ്ണ വേണം, അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് മോരുകറി റെഡിയാക്കാം. ഫസ്റ്റിലെന്ന് പറഞ്ഞാൽ ഞാൻ ഈ മിക്സറിൻ്റെ ജാറിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈ തൈര് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ തൈരൊന്ന് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഈ തൈര് ആദ്യം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ തൈര് ഞാൻ മിക്സറിൻ്റെ ജാറിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർക്കുകയാണ്. വെള്ളം ഒന്നും ചേർക്കാതെ നമുക്കിതൊന്ന് നല്ലതുപോലെ ഉടച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ട് വരാം. അങ്ങനെ തൈര് ഇവിടെ ഞാൻ നല്ലതുപോലെ ഉടച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ വെള്ളം ഒന്നും ചേർത്തിട്ടില്ലായിരുന്നു. ആകെ മഞ്ഞൾപ്പൊടിയും ആ മുളക് പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളായിരുന്നു. അപ്പോൾ ഇതിന് നമുക്കൊരു മോര് റെഡിയാക്കുന്ന പാത്രത്തിലേക്ക് ഒഴിക്കാം. ഉടച്ചെടുത്ത തൈര് ഞാൻ ഇതുപോലെ പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അത്യാവശ്യം നമ്മൾ മോരുകറി വെക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഒരുപാട് വെള്ളമായി പോകരുത്, അതുപോലെ ഒരുപാട് കൊഴുപ്പും ആവരുത്. ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക. അപ്പം നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ അതിനു വേണ്ടി ഞാനൊരു ഗ്യാസ് കത്തിച്ചിട്ട് അതിൽ നമുക്ക് കടുക് താളിക്കാൻ വേണ്ടി വെക്കാം. ഫസ്റ്റിൽ കടുക് താളിക്കാൻ വേണ്ടി ഞാൻ ഇതുപോലൊരു കടായി ഇവിടെ വെച്ചിട്ടുണ്ട്. കടായി നല്ലതുപോലെ ചൂടായി. ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് നല്ലതുപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് കടുക് താളിക്കണം. അങ്ങനെ എണ്ണ ഇവിടെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് ഒന്ന് പൊട്ടുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ഇതിനി നല്ലതുപോലെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഗ്യാസ് ആക്കിയതിന് ശേഷം ഇതൊന്ന് പൊട്ടും വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ജീരകവും കടുകും ഒക്കെ ഇവിടെ നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് 5 പച്ചമുളക് നൈസായിട്ട് അരിഞ്ഞതുണ്ടായിരുന്നു, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി നൈസായിട്ട് അരിഞ്ഞതുണ്ടായിരുന്നു, അതും കൂടി ഇട്ടതിന് ശേഷം ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്ക് വെച്ച് എൻ്റെ ക്യാമറ ഒന്ന് ഓഫായി പോയായിരുന്നു. ജീരകവും കടുകും താളിച്ച ടൈമിൽ ഞാനൊരു 1/2 ടീസ്പൂൺ ഉലുവായും കൂടി ചേർത്തായിരുന്നു. ആ ടൈമിൽ ക്യാമറ ഓഫായി പോയതാണ്. ആ ഒരു ടൈമിലാണ് നമ്മൾ ഉലുവായും കൂടി ചേർക്കേണ്ടത്, മറന്നു പോകരുത്. ഇതിനി ഒരു ഗോൾഡൻ ലൈറ്റ് ബ്രൗൺ കളർ ആവും വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന
ഉണക്കമുളക്, ഒരു 5 ഉണക്കമുളക് ഉണ്ടായിരുന്നു. അതായത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇത് നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഒരു പച്ചമണം മാറും വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ മസാല ആ മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെയും ഒക്കെ പച്ചമണം മാറി ഇതിനി നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന മോരില്ലേ, ഉടച്ചു വെച്ചിരുന്നത്, അത് നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, മോരുകറി വെക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, വേഗം പിരിഞ്ഞു പോകും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മോരുകറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇത് ഇനി ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മോരുകറി നമുക്ക് ചൂടാക്കി എടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ മോരുകറി വേഗം പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മോരുകറി റെഡിയാക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം റെഡിയാക്കി എടുക്കാൻ. ഇവിടെ മഹാരാഷ്ട്രയിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മോരുകറി ഉണ്ടാക്കുമ്പോൾ അവരതിൽ നമ്മുടെ കടലമാവ് ചേർക്കാറുണ്ട്. കടലമാവ് ചേർത്തിട്ട് അവർ തിളപ്പിക്കും. ആ ടൈമിൽ അത് പിരിഞ്ഞു പോവില്ല. ഇവിടെ പല രീതിയിലാണ് മോരുകറി റെഡിയാക്കുന്നത്. കൂടുതൽ അവരതിൽ കടലമാവാണ് ചേർക്കാറുള്ളത്. അതിൻ്റെ ഒരു റെസിപ്പി ഞാൻ പിന്നീട് ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. അപ്പോൾ ഇതിന് ചെറിയ ചൂടാവും വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഓണസദ്യയിലെ ഒരു വിഭവമായ മോരുകറി ഇവിടെ റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ട് ആവിയൊക്കെ പറന്നു തുടങ്ങിയിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് അത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. രണ്ടാമത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കൂട്ടുകറിയാണ്. അതിനുവേണ്ടി ഞാനിവിടെ 2 ഏത്തക്ക, പച്ച ഏത്തക്ക എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ചെറിയ പീസ് ചേന എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ പീസസ് ആയിട്ട് മുറിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നീട് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു 2 കപ്പോളം തേങ്ങ ചിരകിയത്. ഇതിൽ നിന്ന് ഒരു 3-4 ടേബിൾ സ്പൂൺ നമ്മൾ അരച്ചെടുക്കുന്നുണ്ട്. പകുതി നമ്മൾ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. പിന്നീട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കടല പുഴുങ്ങിയതാണ്. ഒരു 3 മണിക്കൂർ കുതിർത്ത കടല ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് കുക്കറിൽ നല്ലതുപോലെ പുഴുങ്ങിയെടുത്തതാണ്. പിന്നീട് എടുത്ത് വെച്ചിരിക്കുന്നത് വൻപയറാണ്. വൻപയറെന്നും പറയും, ചുമന്ന പയറെന്ന് പറയും. പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ് പറയുന്നത്. അതും ഇതുപോലെ ഉപ്പിട്ട് പുഴുങ്ങി വെച്ചിരിക്കുന്നതാണ്. പിന്നീട് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ നല്ല എരിവുള്ള മുളക് പൊടി വേണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, അതുപോലെ തന്നെ ജീരകം എടുത്തു വെച്ചിട്ടുണ്ട് 1/2 ടീസ്പൂണ്. അതുപോലെ കറിവേപ്പില, ഉണക്കമുളക് എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വെളിച്ചെണ്ണ, ചെറിയ ഉള്ളി നൈസായിട്ട് അരിഞ്ഞത്, കുറച്ച് മഞ്ഞൾപ്പൊടി, കടുക്. അപ്പോൾ ആദ്യം തന്നെ നമുക്കെന്ന് പറഞ്ഞാൽ ഈ കായ ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ബൗളിലേക്ക് ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ആദ്യം തന്നെ ചേന ഇതുപോലെ ചെറുതായിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ഇരിക്കുന്ന അടുത്ത ഒരു ചെറിയ കഷ്ണം ചേനയും കൂടി ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്ത ഈ ചേന നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ കൈ ചെറുതായിട്ട് ചൊറിയും. അപ്പോൾ അതിനു വേണ്ടിയാണ്. അപ്പോൾ ഇതുപോലെ കഴുകി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചക്ക, അതായത് നമ്മുടെ ഏത്തക്ക, അതും കൂടി അരിഞ്ഞിടാം. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത എടുത്തു വെച്ചിരിക്കുന്ന കായും കൂടി കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്ത കായ നമുക്ക് ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും
അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/2 ടീസ്പൂൺ അളവ് മുളക് പൊടിയും കൂടി ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് കുക്കറിലൊന്ന് പുഴുങ്ങിയെടുക്കാം. ഒരു 2 വിസിൽ കൊടുത്തു കഴിഞ്ഞാൽ റെഡി ആവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒന്ന് വേവിച്ചെടുക്കാം. ചേനയും പച്ചക്കായും ഒക്കെ വേവുന്ന ആ ടൈമിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് തന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ജീരകം കൂടി ചേർത്തതിന് ശേഷം ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മാത്രം മതി. അങ്ങനെ ഞാനിവിടെ തേങ്ങയൊക്കെ നല്ലതുപോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇത് ഒരുപാട് അങ്ങ് പേസ്റ്റ് രൂപത്തിൽ അരച്ചൊന്നും എടുത്തിട്ടില്ല. അരച്ചെടുത്ത ഈ തേങ്ങയുടെ കൂട്ട് നമുക്ക് സൈഡിലേക്ക് വെക്കാം. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ തേങ്ങ ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. കടായി നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ എണ്ണ ഇവിടെ നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നല്ലതുപോലെ പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് തന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉണക്കമുളക്, ഒരു 4 ഉണക്കമുളക് ഉണ്ടായിരുന്നു, അതും കൂടി ഇതിലേക്ക് ചേർക്കാം. അതുപോലെ തന്നെ കറിവേപ്പില അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവും വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബാക്കി തേങ്ങയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ പച്ചക്കായും ചേനയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി. അതുപോലെ തന്നെ ഒരു സൈഡിൽ ഞാൻ തേങ്ങയും കൂടി ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് കാണാവുന്നതാണ്, ഇവിടെ കായും ചേനയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരുന്ന കടല, ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച കടല അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഉപ്പിട്ട് പുഴുങ്ങി വെച്ചിരുന്ന വൻപയർ, അതായത് ചുമന്ന പയർ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനി നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇത് ഇവിടെ നല്ലതുപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു സൈഡിൽ നമ്മുടെ തേങ്ങയും ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു ഗോൾഡൻ ബ്രൗൺ ആയി വരണം. അപ്പോൾ അതുവരേക്കും ഇതിലുള്ള ഈ വെള്ളത്തിൻ്റെ അംശം ഒന്ന് വറ്റി വരും വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചേനയും കായും ഒക്കെ വെന്ത് നല്ലതുപോലെ വെള്ളമൊക്കെ ഒന്ന് പറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഫ്രൈ ആക്കി വെച്ച ഈ തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ചൂടാണ് കടായി, എന്നാലും പിടിക്കാൻ ഒരു എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ കൈ അങ്ങ് ഉപയോഗിച്ചത്. ഇതിന് നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കാം. നല്ല ചൂടുണ്ട് കേട്ടോ, നല്ലതുപോലെ കൈ ഇങ്ങനെ പൊള്ളുന്നുണ്ട്. ഇതിന് നല്ലതുപോലെ മിക്സായി നല്ലതുപോലെ ഒരു ആവിയൊക്കെ പറഞ്ഞതിന് ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ ഓണത്തിൻ്റെ സ്വാദിഷ്ടമേറിയ 2 വിഭവങ്ങൾ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒന്ന് കൂട്ടുകറിയും അതുപോലെ തന്നെ മോരുകറിയും. രണ്ടും നല്ല സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ ഏവരും എൻ്റെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഓണക്കാലത്ത് നിങ്ങൾ ഏവരും എൻ്റെ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ കൂട്ടുകറി ഒരിച്ചിരി ഗ്രേവി ആക്കണമെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഈ 2 റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ചാനൽ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. അടുത്തൊരു എപ്പിസോഡിൽ വേറെ ഒരു വെറൈറ്റി ഡിഷിൻ്റെ റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും നന്ദി. താങ്ക് യു.